എന്തൊരു ചൊറിച്ചില്. ഇത്ര വർഷങ്ങളായിട്ട് നമ്മുടെ മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ളതാണ്. 14 വയസ്സില് വന്നതാണ്. അത്രയും എന്നെ ഓൾഡാക്കണ്ട. മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്ക. പക്ഷെ പ്രായം പറയണ്ടേ? 14 വയസ്സിൽ വന്നെന്നാ ഞാൻ പറഞ്ഞോളൂ. ആണോ? ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിൽ ഒരാളുണ്ടേ. ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ കൃഷ്ണയുടെ ഒരു ലിസ്റ്റിലേക്ക് നോക്കിയാൽ ഇന്റർവ്യൂ കൊടുക്കാൻ ഭയങ്കര പിശുക്കാണ്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നായുടെ ചിറുനക്കിനായെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടല്ലോ. നിങ്ങൾ ഈ ഇന്റർവ്യൂ തരാൻ പിശുക്കുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് കൃഷ്ണയുടെ പേരുണ്ട്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. എന്നെ ഏതെങ്കിലും ഇന്റർവ്യൂർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് കളയും. കാരണം ഇങ്ങനെ ഓരോന്ന് ചെക്കൻ എടുത്തു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാൻ കഴിയുന്നതും ഇന്റർവ്യൂസ് ഒരു മിനിമം ലെവലിലാ പോകുള്ളൂ. അതെന്താ പേടിയെന്നായതുകൊണ്ടാണ്? പേടി എന്നുള്ളതല്ല, കാരണം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാതെ നമ്മൾ തുറന്നു പറഞ്ഞു പോകും. ഒബ്വിയസ്ലി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ നാച്ചുറൽ ആയിട്ട് നമ്മളെല്ലാം ഞാനിപ്പോ പഠിച്ചു. രമ്യോട് ഞാൻ ഒന്നും പറയില്ല. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഞാൻ എന്താണോ കൃഷ്ണ അങ്ങനെ പറയണേ? അതിനകത്ത് എന്തോ ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ ആൾക്കാരിട്ട് എന്നെ ട്രോളും വീണ്ടും. കലക്കി ഈ പ്രോഗ്രാം കലങ്ങിയെങ്കിലേ അവരുടെ 10 താന്ന് കണ്ടത് ഇന്നാ. ഞാൻ എന്താ അങ്ങനെ ചോദിക്കുന്നത്? രമ്യക്കൊരു നാക്കുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ പതുക്കെ നമ്മൾ തോണ്ടി അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. അത് ഞങ്ങളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. എല്ലാം പഠിച്ചിട്ടാ വന്നാ ഞാൻ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി